വെൽക്കം ടു മീ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒന്നുമല്ല, എൻ്റെ ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ഹെയർ കെയർ എന്ന് കാണാം. അങ്ങനെ വലിയ കാര്യമായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ, എങ്കിലും കുട്ടി കുട്ടി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അല്ലേ. ഒട്ടും താമസിപ്പിക്കേണ്ട, ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഡേ എന്താണ് എൻ്റെ ഹെയറിൽ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിവിടെ ചീപ്പ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പല അകലമുള്ള ചീപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ മുടി ചെയ്യുന്നത് ഈ ചീപ്പ് വെച്ചിട്ടാണ്. എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചീപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മുടി ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് ചട കളയാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ചടയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ മുടിയിൽ ഇപ്പം ചടയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ചെയ്യുന്നത് ചീപ്പ് വെച്ചിട്ട് ചടയെല്ലാം കളയണം. അതും പല അകലുള്ള ചീപ്പ് വെച്ചിട്ട് മുടിയിൽ ചടയെല്ലാം കളയണം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ചീപ്പ് നമുക്ക് എടുക്കാം. ഞാൻ ഫസ്റ്റ് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ളൊരു ചീപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനൊരു ചീപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചീപ്പ് നമ്മൾ ഒരിക്കലും ഒരു മന്ത്ലി വൺസെങ്കിലും വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീക്കിലി വൺസ് വാഷ് ചെയ്യാറുണ്ട്. നിങ്ങളോട് ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിലും മന്ത്ലി വൺസെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും ചീപ്പിൽ. അപ്പോൾ അത് നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മളൊന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെപ്പോഴും പലവരും ചെയ്യാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ചീപ്പ് കഴുകാറില്ല പലവരും. ചില ആൾക്കാരെ, എല്ലാവരും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ് കേട്ടോ. കുറച്ചായിട്ടുള്ള എഴുന്നേറ്റിട്ട് അത് വന്നിട്ടാണ്. അപ്പം നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഹെയർ ഓയിൽ യൂസ് ചെയ്യാം അല്ലേ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ വന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഹെയർ ഓയിലാണ്. ഇപ്പോൾ ഒരു 7-8 വർഷത്തോളം ഹെയർ ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഞാനത് ബോയിൽ ചെയ്തിട്ട് തരാം. ഇവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഡബിൾ ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ചിലപ്പോൾ പോകും. ഞാൻ എൻ്റെ ഹെയറിന് ആവശ്യത്തിനുള്ള കുറച്ചധികം എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. നമ്മൾ ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇതിട്ടിങ്ങനെ ഒന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം. ഞാൻ അത്യാവശ്യം എണ്ണ ഇട്ട് വാഷ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എനിക്കിങ്ങനെ ചിലവരൊക്കെ ഇച്ചിരി മാത്രമേ എണ്ണ വയ്ക്കാറുള്ളൂ. പക്ഷെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം നല്ല രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. നമ്മളെപ്പോഴും എനിക്ക് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഹെയർ കളർ ഡ്രൈ ആവുന്ന സമയത്ത് മുടിക്ക് ഇച്ചിരി കൂടി ജീവൻ വെച്ച പോലെ എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും എനിക്ക് ഇത്രയും ടൈം അധികം സമയമെടുത്ത് ഞാൻ ഹെയറിൽ എണ്ണ തയ്ക്കാറില്ല. വേഗം തേച്ച് പോയിട്ട് ജസ്റ്റ് മസാജ് ചെയ്യാറ്. പിന്നെ ഞാൻ ചിലപ്പോൾ സ്പീഡ് ആക്കും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗാകും. എന്നിട്ട് നിങ്ങൾ കൂടുതലും നാച്ചുറലായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു താളിയുടെ പാക്കിടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് താളി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാറാണ് ചെയ്യുക. ഞാനിത് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് തരാം. ഫൈനലി ഗൈസ്, നമ്മൾ എണ്ണ സക്സസ്ഫുള്ളി തേച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കയ്യിരിക്കുന്നുണ്ടോ, മുടി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അത്യാവശ്യം എണ്ണയൊക്കെ നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് എണ്ണ തേച്ച് തരാനും അതുപോലെ തന്നെ മസാജ് ചെയ്യാനും ഒരാളുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. എനിക്കൊരു ഇടയ്ക്ക് മമ്മി എണ്ണ തേച്ച് തരാറുണ്ട്. പക്ഷെ രാവിലെ ചെയ്തിട്ട് എണ്ണയെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ കിട്ടും.
ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യാം. ഇങ്ങനെ കൈ ചെയ്യുന്ന മസാജ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഉടുപ്പ് ഇങ്ങനെ പോണാണ് നല്ല രസമുണ്ടല്ലേ. നിങ്ങൾ നല്ല രീതിയിലൊന്ന് മസാജിങ് കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ടിട്ട് അധികം കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നഖം യൂസ് ചെയ്യരുത്, ഫിംഗർ ടിപ്സ് മാത്രം യൂസ് ചെയ്തിട്ട് മസാജിങ് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് കുമ്പിട്ടതിന് ശേഷം ഇങ്ങനെ കൂടെ ഒന്ന് മസാജിങ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കെട്ടി വെക്കാണ് കേട്ടോ. ആരും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാക്ക് ഇച്ചിരി നേരം ഇതൊന്ന് തലയിൽ വെച്ചതിന് ഒരു ചെറിയ പാക്ക് ഇടും. താളിയുടെ പാക്കാണ് കേട്ടോ ഇടുന്നത്. എനിക്കിവിടെ ചെമ്പരത്തിന്ന് എപ്പോഴും കിട്ടാറില്ല. നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെമ്പരത്തിന്നും അധികം ഇല്ലാത്ത കാരണം ഞാൻ ആയുർവേദ കടയിൽ നിന്ന് ഒരു താളിയുടെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് പാക്കായിട്ട് ഇടാം. അപ്പം അത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇച്ചിരി നേരം നമ്മുടെ തലയിൽ ഇരുന്ന് ഒന്ന് പിടിക്കട്ടെ, ഒന്ന് സെറ്റ് ആവട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് വരുമ്പോൾ പാക്ക് റെഡിയാക്കാം. അതെ, ഇതാണ് കേട്ടോ സംഭവം. ഇത് തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്, കാരണം ഞാൻ ഇവിടെയാണ് കട്ട് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ ഇത് സംഭവം വന്നിട്ട് താളിപ്പൊടിയാണ്. ഹെർബൽ ഹെയർ വാഷ് പൗഡറാണ് കേട്ടോ. ഇത് താളിപ്പൊടിയാണ്. ഇത് ഹെർബൽ ഹെയർ വാഷ് പൗഡറാണ് കേട്ടോ, താളിപ്പൊടിയാണിത്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ്, ഒരു പൗഡറും കൂടിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് നോർമൽ വാട്ടറിലും ചെയ്യാറുണ്ട്. തൈര്, കഞ്ഞിവെള്ളം, സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാത്തിലും മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇത് നമ്മൾക്ക് മിക്സ് ചെയ്തിട്ട് കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇതാണ്. ഇതൊരു ഐസ്ക്രീമിൻ്റെ ബോക്സാണ്, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെയോ അല്ലെങ്കിൽ മദാമക്കുലിൻ്റെ ഒക്കെ ബോക്സ് ഉണ്ട്. ഇങ്ങനത്തെ ബോക്സൊന്നും ഞാൻ കളയാറില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള അത്രയും എടുക്കാം, പൗഡർ എടുക്കാം. ഞാൻ അത്യാവശ്യം കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോർമൽ വാട്ടറാണ് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് നോർമൽ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്തു, പക്ഷേ ഇതിനൊന്നും നിറച്ചുണ്ടായിരുന്നില്ല കേട്ടോ. മിക്സ് ചെയ്യാം. ഇതൊന്നും ഇങ്ങനെ മിക്സായി കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് ഒരു മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. മുട്ടയുടെ വൈറ്റും യെല്ലോ പോർഷനും വൈറ്റും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് മിക്സ് ആകാനായിട്ട് ഇച്ചിരി പണിയാണ്. ഇങ്ങനെ വെള്ളമായിട്ട് പിടിക്കാത്ത സാധനങ്ങൾ കിടക്കൂലേ, നമ്മുടെ ചേമ്പലയിൽ വെള്ളം കിടക്കുന്നത് അതുപോലെ കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. നമ്മളിതിലേക്ക് ഇച്ചിരിയും കൂടി വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ അധികം ലൂസാക്കി എടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഒരേ പാക്ക് തന്നെയല്ല യൂസ് ചെയ്യാറ് ഹെയറിൽ. പലപ്പോഴും പല പാക്കുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഹെയർ കെയർ വീഡിയോ കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മളിനി നമ്മുടെ വീഡിയോസിലെ ഹെയർ കെയർ വീഡിയോ കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഓയിലിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾക്ക് അത് ചെയ്യാം കേട്ടോ. നമ്മൾക്കിത് ഇപ്പം നമ്മൾ ഹെയറിൽ ഇട്ടതല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്ത പാക്ക് സെറ്റ് ആവട്ടെ. പിന്നെ എല്ലാവരും പറയൂ അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയുണ്ടോ? നിങ്ങളൊക്കെ വെള്ളം കയറിയോ? ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളമൊന്നും കയറില്ല. അടുത്ത വരെയൊക്കെ വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം.
ഭയങ്കര മഴയാണല്ലേ. ഒടുക്കത്തെ തണുപ്പാണ്. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ശരി, ഇപ്പം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ. ഈ മുടിയുടെ ലെങ്ത്തിലേക്ക് ഞാൻ അധികം അപ്ലൈ ചെയ്യാത്തത്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇന്ന് വർക്കിന് പോകണം. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന ദിവസങ്ങളൊക്കെ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടിട്ട് ഞാൻ ലെങ്ത്തിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ എന്താ പറയുക, സ്കാൽപ്പിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടിട്ടും മഴ കൊള്ളേണ്ട സാഹചര്യം എനിക്ക് പലപ്പോഴും വരാറുണ്ട്. കാരണം ഇങ്ങനെ പോകുന്ന ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും കുടയും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു പോകും. അപ്പം അങ്ങനെ ഉണ്ട്. അതുതന്നെയല്ല, മഴക്കാലം ആയതുകൊണ്ട് തണുപ്പിൻ്റെ ഇതാണല്ലോ. അപ്പം നിങ്ങൾ അധികം നേരം ഹെയറിൽ പാക്ക് അപ്ലൈ ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ തണുപ്പ് നമ്മുടെ തലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടിയിരിക്കണം. കയ്യൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ തണുപ്പായതുകൊണ്ടിട്ട് നിങ്ങൾ അതേ നേരം വെക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എത്ര നേരമാണോ വയ്ക്കാറ് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ മാക്സിമം പറ്റുന്നത്ര നമ്മുടെ ഹെയറിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾക്ക് വാഷ് ചെയ്യാം. മാക്സിമം ഷാമ്പൂ വാഷ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മുടി കഴിഞ്ഞ് മുടി കഴിഞ്ഞ് മാക്സിമം ഞാനിപ്പോൾ കൈ കഴുകിയിട്ടൊന്നുള്ളൂ കേട്ടോ. മാക്സിമം നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതലും നമ്മൾ നോർമൽ വാട്ടറിൽ ജസ്റ്റ് വാഷ് ചെയ്താൽ മതി. കാരണം നമ്മൾ താളിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കും. അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു ഇതാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു പൗഡറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളല്ല. എങ്കിലും ഞാൻ കുഞ്ഞു കുഞ്ഞു പാക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഹെയർ കെയർ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.